എറണാകുളം അങ്കമാലി അതിരൂപത ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് അറിയാൻ നമ്മൾ കാത്തുനിന്നിരുന്നു. നേരത്തെ ഇടുക്കി രൂപത ഈ ചിത്രം പ്രദർശിപ്പിച്ചു. തലശ്ശേരി രൂപതയും ഒപ്പം താമരശ്ശേരി രൂപതയും ഈ വിഷയത്തിൽ പ്രതികരണം നടത്തി. അതിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്ന മട്ടിലുള്ള പ്രതികരണമാണ് KCYM-ൽ നിന്ന് വന്നത്. എന്നാൽ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത തികച്ചും വ്യത്യസ്തമായ ഒരു പ്രതികരണവുമായിട്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത്. നിങ്ങൾ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചാൽ ഞങ്ങൾ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് പ്രദർശിപ്പിക്കും. അത് മണിപ്പൂരിൽ നടന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററിയാണ്. അതാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപത പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൻ്റെ ഭാഗമായിട്ടാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഈ തീരുമാനം എടുത്തിരിക്കുന്നത്. അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ മട്ടന്നൂർ, എന്താണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നീക്കത്തിന് പിന്നിൽ? ഇടുക്കിയും താമരശ്ശേരിയും ഒപ്പം തലശ്ശേരിയും ഒക്കെ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമ്പോൾ തങ്ങൾ ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് പ്രദർശിപ്പിക്കുമെന്നാണ് എറണാകുളം അങ്കമാലി അതിരൂപത പറയുന്നത്. ആ നീക്കത്തെ എങ്ങനെ കാണുന്നു അർജുൻ മട്ടന്നൂർ? അരുൺകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള സാഞ്ചോപുരം സെന്റ് ജോസഫ് പള്ളിയിലാണ്. ഇവിടെ അല്പസമയത്തിനകം തന്നെ ബൈബിൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മണിപ്പൂർ ദ ക്രൈ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന ഡോക്യുമെന്ററി കാണിക്കാനിരിക്കുകയാണ്. കേരള സ്റ്റോറി വലിയ വിവാദമുണ്ടാക്കുമ്പോൾ ഇടുക്കി അതിരൂപതയടക്കം ഈ ഡോക്യുമെന്ററി കാണിക്കുകയും ഈ ചിത്രം കാണിക്കുകയും അത് വലിയ വിവാദമാവുകയും ചെയ്യുമ്പോഴാണ് മറ്റൊരു തരത്തിൽ ഇത്തരത്തിൽ മണിപ്പൂർ വിഷയമായിട്ടുള്ള ഡോക്യുമെന്ററി കുട്ടികൾക്ക് കാണിക്കാൻ ഒരുങ്ങുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നത് ഇവിടുത്തെ ഫാദർ നിതിൻ പനവേലിലാണ്. നമുക്കൊപ്പം അദ്ദേഹമുണ്ട്. എന്തുകൊണ്ട് മണിപ്പൂർ എന്ന ഡോക്യുമെന്ററി കാണിക്കുന്നു? ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് എല്ലാ അവധിക്കാലങ്ങളിലും എല്ലാ പള്ളികളിലും എല്ലാ രൂപതകളിലും ചെയ്യുന്നൊരു നോർമൽ പരിപാടിയാണ്. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കഥകളും പാട്ടുകളും സിനിമകളും ഷോർട്ട് ഫിലിമുകളൊക്കെ ആയിട്ടാണ് അത് അവതരിപ്പിക്കുക. അപ്പോൾ ഇന്നതിൻ്റെ അവസാനത്തെ ദിവസമാണ് ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത്തരത്തിലൊരു ദിവസം എന്തുകൊണ്ട് മണിപ്പൂരിനെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുത്തുകൂടാ? കാരണം കഴിഞ്ഞ വർഷം കേരളം കണ്ട ഏറ്റവും കിരാതമായ ഒരു കലാപത്തിൻ്റെയും ഒരു ഇരയാക്കപ്പെടുന്നൊരു സമൂഹത്തിൻ്റെ ഓർമ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു മെസ്സേജ്, വേദനിക്കുന്ന മനുഷ്യരുണ്ട്, അവരുടെ കണ്ണീര് കാണാതെ പോകരുത്. മണിപ്പൂര് മറക്കാൻ പാടില്ല. അതോടൊപ്പം തന്നെ ഇരയാക്കപ്പെട്ട ഒരു സമൂഹമാണ്. നമ്മൾ നിൽക്കേണ്ടത് ഇരയോടൊപ്പമാണ്, വേട്ടക്കാരോടൊപ്പമല്ല. അപ്പോൾ ആ ഒരു കുഞ്ഞു മെസ്സേജ് കുട്ടികളിലേക്ക് എത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആൻഡ്രു അക്കരയുടെ യൂട്യൂബിൽ ഓൾറെഡി ഉള്ള ഒരു ഡോക്യുമെൻ്ററിയാണ്. അതാണ് കുട്ടികൾ ഒരു 15 മിനിറ്റ് ഉള്ളത് കാണിക്കുന്നത്. അപ്പോൾ അത് ഏതുകൊണ്ടും ഈ കാലഘട്ടത്തിൽ നല്ലതായിരിക്കും, ഒരു മോറൽ മെസ്സേജ് പിള്ളേർക്ക് കൊടുക്കുന്നതാണെന്നുകൊണ്ടാണ് അത് തീരുമാനിച്ചത്. ഇടുക്കി അതിരൂപതയിലടക്കം ഈ കേരള സ്റ്റോറി കാണിക്കുകയും അത് വലിയ ചർച്ചകൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെൻ്ററി കാണിക്കാൻ താങ്കൾ മുൻകൈ എടുക്കുന്നത്. കാരണം ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൽ തെറ്റില്ല. കാരണം മണിപ്പൂര് ഒരു നേരായ കാര്യമാണ്, ഒരു സത്യമായ സംഭവമാണ്. അപ്പോൾ അത് നമ്മളൊരു സത്യം എപ്പോഴും നമുക്ക് കാണിക്കുന്നതിനൊരു കുഴപ്പമില്ലല്ലോ. കാരണം ഇതൊരു നുണയല്ല, ഒരു ഊതിപ്പെരിപ്പിച്ച കഥയല്ല മണിപ്പൂർ. അപ്പോൾ അതുകൊണ്ട് എത്ര കാലം പിന്നിട്ടാലും മണിപ്പൂരിനെ നമ്മൾ മറക്കരുത് എന്ന കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം തോന്നുന്നു. ഞാൻ അതിനൊരു കൗണ്ടർ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പോലും ചെയ്യുന്നതല്ല. വളരെ സ്വാഭാവികമായിട്ട് ഇവിടുത്തെ എല്ലാ വർഷങ്ങളിലും എന്തെങ്കിലും വീഡിയോസോ ഡോക്യുമെൻ്ററിയോ ഒക്കെ പിള്ളേരെ നമ്മൾ കാണിക്കാറുണ്ട്, അവരെ പ്രചോദിപ്പിക്കാനായിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇരയോടൊപ്പം നിൽക്കണം കുഞ്ഞുങ്ങളെ എന്ന് പറയാനായിട്ട്, അല്ലെ വേദനിക്കുന്ന മനുഷ്യരെ കാണാതെ പോകരുത് മക്കളെ എന്ന് പറയാനായിട്ട് ഞാനത് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് സാധാരണ ഈ നർക്കോട്ടിക് ജിഹാദ് അതുപോലെ തന്നെ ലവ് ജിഹാദ് അടക്കമുള്ള വലിയ വിവാദങ്ങൾ ചർച്ചകൾ നിറയുമ്പോൾ സീറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപത അതിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കാറുണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് ഈ ഒരു തിരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിൽ ഈ ഇടുക്കി അതിരൂപത അടക്കം ഈ കേരള സ്റ്റോറിയും മറ്റും പ്രദർശിപ്പിക്കുമ്പോഴാണ് ഇവിടെ മണിപ്പൂരുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി കുട്ടികൾക്ക് മുമ്പിൽ കാണിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഡോക്യുമെന്ററിയുടെ പ്രദർശനം ആരംഭിക്കും. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു അർജുൻ മട്ടന്നൂർ. അർജുൻ മട്ടന്നൂരാണ് നമുക്കൊപ്പം ചേർന്നത്. അങ്ങനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ളൊരു പള്ളിയിൽ ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സിൻ്റെ ഭാഗമായി ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് എന്ന മണിപ്പൂരിലെ കലാപത്തെ ആധാരമാക്കിയുള്ള ഡോക്യുമെൻ്ററി അവർ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ കേരള സ്റ്റോറിയൊക്കെ പ്രദർശിപ്പിച്ച് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളോടാണ് നമ്മൾ 10 കൽപ്പനകളിൽ ഏറ്റവും ശ്രദ്ധേയമായ കൽപ്പനകളിലൊന്ന് കളവ് സാക്ഷ്യം പറയരുത് എന്നാണ്. അത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ കേട്ടോ.